ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വാട്സാപ്പ് ചാനലിൽ പറഞ്ഞ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ 55,300. അപ്പോൾ അതിലുള്ള മൂവ്മെൻറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേരത് വാച്ച് ചെയ്തു? ബിലോ 4 പോയിട്ടാണ് പിന്നീട് ഒരു 180 ലെവലിലേക്ക് വന്നത്. അതും രാവിലെ ആ കൺസോൾട്ടേഷൻ സമയത്ത് ഉണ്ടായിരുന്ന ആ DKയും പിന്നെ 3 മണിയായപ്പോൾ ഉണ്ടായിരുന്ന ആ ഗാമ എക്സ്പോഷറും വളരെ വലുതായിരുന്നു. അപ്പോൾ ഒരു മന്ത്ലി എക്സ്പയറിയിൽ ഉണ്ടാകുന്ന ആ DK നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുമായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ മന്ത്ലി എക്സ്പയറി ചേഞ്ച് ആയ ശേഷം നമ്മുടെ ട്രേഡിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം പലർക്കും ആ മുമ്പ് ചെയ്ത ആ ഒരു ഫ്ലോയിൽ ട്രേഡിങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നവംബർ 20 ആ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം നമ്മുടെ ട്രേഡിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുമ്പ് എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമുക്ക് ആകെ 2 ദിവസം മാത്രമേ, ചൊവ്വ വ്യാഴം മാത്രമായിട്ട് എക്സ്പയറി ചുരുങ്ങി. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. പിന്നെ നമ്മുടെ ലോട്ട് സൈസ് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ബയേഴ്സിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബയ്യർ എന്ന നിലയിൽ നമുക്ക് കിട്ടിയിരുന്ന ഔട്ട്പുട്ടിൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറിയപ്പോൾ തന്നെ നമ്മുടെ വാല്യൂയിലുള്ള DK മാറി, ഓപ്പൺ ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതായി തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റാതായി. അത് നമുക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടാക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ചൊവ്വ വ്യാഴം എക്സ്പയറീസിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് ബാക്കി ദിവസങ്ങൾ നമുക്ക് വിചാരിച്ചത്ര പ്രോഫിറ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മാത്രം ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതിൽ മാത്രം എക്സ്പേർട്ട് ആയവർ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഇൻസ്ട്രുമെൻറ്റ് മാറിയപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് മറ്റുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും സാധാരണ നമ്മൾ മുമ്പ് കണ്ടിന്യൂ ചെയ്ത് വന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. രാവിലെയുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങി. തലേ ദിവസം ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിൽ ഉണ്ടാകുന്ന OI ചേഞ്ച് ചെയ്ത് വാച്ച് ചെയ്ത് ഓപ്പണിംഗ് എങ്ങനെയാണ്, ഗ്യാപ്പ് അപ്പാണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്ന് നോക്കി, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില മൂവ്മെൻറ്റ്സ് അത് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു 10 മണി വരെ ഞാൻ ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ 7 PM to 10 PM നമ്മൾ ഫോറക്സും കമ്മോഡിറ്റീസൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് അങ്ങനെയാണ് നമ്മൾ മാച്ചപ്പ് ചെയ്ത് സംഭവങ്ങൾ സെറ്റാക്കി കൊണ്ടുവന്നത്. ആ സമയത്ത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആ ഫ്ലോ പോയി, നമ്മുടെ സൈക്കോളജിയിൽ കുറച്ച് ഇഷ്യൂസ് വരാൻ തുടങ്ങി. കാരണം നമ്മൾ വിചാരിച്ച പോലെ അല്ല മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് വന്നതിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത്, നിങ്ങളെങ്ങനെ ഓവർകം ചെയ്തത്, അല്ല അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്യൂസിൽ തന്നെ നിങ്ങൾ തുടരുകയാണോ, അങ്ങനെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അതൊരു ഡിസ്കഷനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.